ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് അവധി ദിവസം തന്നെയാണ് കേട്ടോ, ശനിയാഴ്ചയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു. കാരണം അവധി ദിവസമാണെങ്കിലും അനീഷേട്ടനും പോകണമായിരുന്നു, മാളൂനും ട്യൂഷനുണ്ടായിരുന്നു കേട്ടോ. അനീഷേട്ടന് ഈ വെള്ളി ശനിയൊക്കെ പണിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അവർ വിടാനുള്ള തിരക്കിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി. ഇനിയിപ്പോൾ ചോറും കറിയും വയ്ക്കലാണ്. ചോറ് ഓൾറെഡി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ തന്നെ ഓക്കെ ആക്കിയായിരുന്നു. ഇനി മീൻ കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്കും ഈ പണികളൊക്കെ കഴിഞ്ഞൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകാനുണ്ട്. മാളുൻ്റെ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. അപ്പോൾ അതേ അടുക്കളപ്പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ നോക്കി കഴിഞ്ഞപ്പം ഇവിടെ കിടക്കുന്ന ഈ ഡ്രസ്സാണ്ടല്ലോ, അതിടാൻ നോക്കിയപ്പോൾ ഇച്ചിരി ലൂസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും അത് ഡബിൾ എക്സലാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് ഒത്തിരി വലുതാണ് കേട്ടോ. എനിക്ക് ഡബിൾ എക്സൽ അല്ല ഞാൻ മേടിക്കാറ്, ലാർജാണ് മേടിക്കാറ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താണ്. അപ്പോൾ അതിന് ഷേപ്പ് അടിച്ചിട്ട് അങ്ങ് സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനൊരു ടക്കിടാമെന്ന് വിചാരിച്ചു. ഇച്ചിരി സമയം ഉണ്ടായിരുന്നു, കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അതങ്ങ് ശരിയാക്കാമെന്ന് വിചാരിച്ചു. വിഷയം മേടിച്ചതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഇപ്പം ഇച്ചിരി ഷേപ്പ് കുറവുണ്ടായിരുന്നേ. അപ്പം ഞാൻ ടക്കിട്ടു 2 വശത്തും ബാക്കിൽ. ഇന്നിതാണ് ഇട്ടിട്ടുണ്ട് പോണേ. തയ്ച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവർ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ മാളും ഇപ്പോൾ കഴിക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ ആൾ പുറത്തേക്കും വരുന്നില്ല എന്ന് പറഞ്ഞു. മാൾ പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ട്യൂഷൻ. അത് കാരണം ആൾ മടുത്തു എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളെന്നാൽ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ സ്ലോലി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, സിനിമ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കിടക്കും. അതിലും ബെറ്റർ പോവാണല്ലോ. നമ്മൾ ലുലുവിലേക്ക് പോവുകയാണ് കേട്ടോ. ചോറൂടൊക്കെ കഴിഞ്ഞു. ഇന്ന് ലുലുവിൽ ചെറിയൊരു പർച്ചേസിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരാം പർച്ചേസിങ്ങിന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഉച്ച സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂടായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ചൂട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് വണ്ടിയിലേക്ക് അങ്ങ് നിർത്തിയിട്ട വണ്ടിയിലേക്ക് കയറുമ്പോൾ നല്ല ചൂടായിട്ട്. എന്നാൽ ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് ടി വി കാണോ ഉറങ്ങുകയൊക്കെ ചെയ്ത് ഉറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം വരും. അതിനുമ്പേ നമ്മളിങ്ങനെ പർച്ചേസിങ്ങിന് വരികയാണെങ്കിൽ അപ്പോഴത്തെ കാര്യവും നടക്കും, ആ സമയം അങ്ങ് പോയി കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മേളിലോട്ടാട്ടോ പോയി. അവിടെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്കാണ് പോയത്. അവിടെ ഓണത്തിൻ്റേതായ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഓണത്തിൻ്റെ ഈ സെറ്റിൻ്റെ ഡ്രസ്സുകൾ ഇടണം ഭയങ്കര ഒരു ഭംഗിയല്ലേ ഇത് കാണാൻ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൽ കുറേ ചുരിദാർ കളക്ഷൻ പിള്ളേരുടെ നമുക്ക് കണ്ട കൊതിയാവും കേട്ടോ. അതുപോലെ സാരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി. പിന്നെ ഓഫറൊക്കെ ഉണ്ട്, 25% ഓഫർ ഉണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷനിലേക്ക് ചെന്നാൽ നമ്മുടെ സമയം പോകണം അറിയില്ല കേട്ടോ. നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്രയും കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു, നല്ല പുതിയ പുതിയ മോഡലുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാ ചുരിദാറിൻ്റെയൊക്കെ തന്നെ ഫ്രണ്ടിൽ ആ ഒരു പോർഷനൊക്കെ ഇങ്ങനെ നോക്കിയിട്ട. കാരണം എനിക്ക് പുതിയത് തയ്ക്കുമ്പോൾ അങ്ങനത്തെ ഡിസൈൻ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പോഴത്തെ മോഡൽ പാവാട, ചെറിയ ബ്ലൗസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മാളൂന് അങ്ങനെ ഒരു ചെറിയ ബ്ലൗസ് തയ്ക്കണം എന്നാട്ടോ വിചാരിച്ചിരിക്കണം. പിന്നെ മാളു അങ്ങനത്തെ ഇടുമെന്ന് ആദ്യം നോക്കണം. ഇത് ഈ പട്ടോടൻ ബ്ലൗസ് ഇടലൊക്കെ കുറവാണ് മാളു, ചൂടെടുക്കുമെന്നും പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ, എന്തെങ്കിലും വിശേഷ ദിവസം വരുമ്പോഴാണ്. ഇതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ സെറ്റ് മുണ്ടിൻ്റെയൊക്കെ പുതിയ അടിപൊളി കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൈഡിൽ ഇതുപോലൊരു പാവാടയും ബ്ലൗസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ ബ്ലൗസ് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തോട്ട് തന്നെ പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലുലുവിലുള്ളൊരു പ്രത്യേകതയുടെ ഈ ബേക്കറി സെക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ലുലുന്ന് കുറച്ച് സാധനം മേടിച്ചിറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചു. പിന്നെ ഒരാൾ വിളിക്കുമ്പോഴത്തേനും ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രീതി എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിക്കും, അതിലെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് അടുത്ത ആളെ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് ഫാമിലി മൊത്തം കയറും കേട്ടോ ഞങ്ങളുടെ കോളിൽ, വീഡിയോ കോളിൽ. അപ്പോൾ ഇന്ന് രാവിലെ വിളിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയിൽ ഇരുന്ന് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ തോന്നി. ഏകദേശം 4 മണിയൊക്കെ ആവാറായി കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് ചായ കുടിക്കാൻ കയറി. ഞാനൊരു വടയും പറഞ്ഞു, ചായയും പറഞ്ഞു. അനീഷേട്ടൻ ഒരു ചായയും പിന്നെ ഒരു കട്ട്ലേറ്റും ആയിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ നെസ്റ്റോയിലോട്ടാട്ടോ പോയത്. നെസ്റ്റോയിൽ പോയി കുറച്ച് പച്ചക്കറി, പാല്, തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു.
അതിനുശേഷം ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് അങ്ങ് പോയപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ കുറേ ബേക്കറി ഐറ്റംസൊക്കെ. ലുലുലും നെസ്റ്റലും വേറെ വേറെ ഐറ്റംസ് ആട്ടോ കൂടുതലും ഉണ്ടാവാറ്. അപ്പോൾ അവിടെ ഗ്രിൽഡ് ചിക്കൻ ഓഫർ ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ ഒരു ഗ്രിൽഡ് ചിക്കൻ മേടിച്ചു. ഇവിടെ ഇങ്ങനത്തെ കുറേ വേറെ വേറെ ഐറ്റംസ് സെക്ഷൻ തിരിച്ച് അവിടെയും ഉണ്ട്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 5:30 ആയപ്പോഴത്തേനും ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് എത്തി കേട്ടോ. പർച്ചേസിങ് കഴിഞ്ഞു വീട്ടിലെത്തി. പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞെത്തി. മേടിച്ചോണ്ട് വന്ന സാധനം ടേസ്റ്റ് ചെയ്യുന്ന കൊളോ. പിന്നെ ഇതൊക്കെ എടുത്ത് വയ്ക്കണം. വരുമ്പോൾ തന്നെ അങ്ങ് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ പണി അങ്ങ് കഴിയും കേട്ടോ. പിന്നെ അല്ലെങ്കിൽ രണ്ടാമതൊരു പണി പോലെ ഫീൽ ചെയ്യും. അപ്പോൾ വന്ന ഉടനെ പർച്ചേസിങ് കഴിഞ്ഞ ഉടനെ ഞങ്ങളെല്ലാം എടുത്ത് വയ്ക്കും കേട്ടോ. പിന്നെ പാല് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ഫ്രീ കിട്ടിയായിരുന്നു കേട്ടോ. ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടൽ കൂടുതലാട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്കപ്പോഴും പാലിൻ്റെ കൂടെ കിട്ടാറുണ്ട്. അപ്പം മേടിക്കേണ്ട വരാറില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുപ്പി തൈരും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ കേട്ടോ മേടിച്ചേക്കുന്നത്. തേങ്ങ 2 ബോക്സ്, ആഴ്ചയിൽ 2 ബോക്സ് തേങ്ങ മേടിക്കും. അത് ബാലൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി, ഇന്ന് നല്ല ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പച്ചക്കറി, പിന്നെ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് സാധനം. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. എല്ലാം എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.